തനിക്ക് മമ്മൂട്ടിക്ക് ഇപ്പോൾ കിട്ടുന്ന സ്നേഹം മുൻപ് ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ പലിശയാണെന്ന് നടൻ മോഹൻലാൽ പറയുകയാണ്. ഒരഭിമുഖത്തിലായിരുന്നു മോഹൻലാലിന്റെ ഈ വാക്കുകൾ എത്തിയത്. തന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ച് വിശദമാക്കുന്നതിനിടയിലായിരുന്നു ഈ പരാമർശം വന്നതും. എനിക്കും മമ്മൂട്ടിക്കും കിട്ടുന്ന സ്നേഹം ഞങ്ങൾ മുൻപ് ചെയ്തു വെച്ച നല്ല കഥാപാത്രങ്ങളുടെ പലിശയാണ്. ഇന്ന് സിനിമ കാണാൻ നിരവധി വഴികളുണ്ട്. റീൽസായി പോലും സിനിമ കാണാൻ സാധിക്കും. പഴയ സിനിമകളെ പുതിയ സിനിമകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പഴയ സിനിമകളിൽ കോമഡിയും വൈകാരിക സീനുകളും ഒരുപാടുള്ളതായി പുതിയ തലമുറയ്ക്ക് തോന്നുന്നുണ്ടാവാം. പുതിയ തലമുറ സിനിമ കാണുന്നുമുണ്ട്, അവയെ ഇഷ്ടപ്പെടുന്നുമുണ്ട്. മികച്ച സംവിധായകർക്കൊപ്പം ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഭരതൻ, പത്മരാജൻ, അരവിന്ദൻ, മണിരത്നം തുടങ്ങിയവർക്കൊപ്പം പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് മികച്ച സംവിധായകരുണ്ട്, പക്ഷേ കഥകളില്ല. മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമായ ബറോസ് ക്രിസ്മസ് റിലീസായി തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഇന്ത്യയിലെ ആദ്യ 3D ചിത്രമായിരുന്ന മൈ ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയൊരുക്കുന്നത്. ഈ ഡിസംബർ 25-ന് തിയേറ്ററിലേക്ക് ചിത്രം ഇറങ്ങുകയാണ്. ഇന്നേ ദിവസം റൈഫിൾ ക്ലബ് എന്ന ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത സിനിമ എത്തി. അടുത്ത ദിവസം മാർക്കോ എന്ന സിനിമ കൂടി നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. എന്തായാലും ഇന്നിറങ്ങിയ റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിന് ഗംഭീര അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആഷിഖ് കപൂറിൽ നിന്നും മികച്ചൊരു സിനിമ കുറച്ചു നാൾക്ക് ശേഷം ലഭിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ലളിതമായ പ്ലോട്ട്, എന്നാൽ മികച്ച മേക്കിംഗ്. ആദ്യ പകുതി വളരെ നല്ലതാണ്. രണ്ടാം പകുതിയിൽ മുഴുവൻ ആക്ഷനാണ് കൂടുതൽ. ഇടയ്ക്ക് ചില സിറ്റുവേഷൻ ഹ്യൂമറുകളും വന്നു പോകുന്നു. അഭിനേതാക്കളുടെ ശ്രദ്ധേയമായ പ്രകടനമാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ദിലീഷ് പോത്തൻ, വാണി വിശ്വനാഥ്, വിജയരാഘവൻ എന്നിവർ കസറിയിട്ടുണ്ട് ഈ ചിത്രത്തിൽ നിന്നും റിപ്പോർട്ടുകൾ വരികയാണ് പ്രേക്ഷകരിൽ നിന്നും. അങ്ങനെ മലയാളത്തിലെ ഈ വർഷത്തെ ക്രിസ്മസിൽ ആദ്യ വിന്നറായി മാറിയിരിക്കുന്നു റൈഫിൾ ക്ലബ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഭൂരിപക്ഷം ആൾക്കാരുടെ അഭിപ്രായം പോസിറ്റീവ് തന്നെയാണ്. ആഷിഖ് കപൂറിന്റെ കംബാക്ക് എന്ന് തന്നെയാണ് എല്ലാ പ്രേക്ഷകരും എടുത്തു സൂചിപ്പിക്കുന്നത്. എന്തായാലും ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ ചിത്രം തന്നെയായി മാറുകയാണ് റൈഫിൾ ക്ലബ്. ഒരു നെഗറ്റീവ് അഭിപ്രായങ്ങളും ഇതുവരെയും എത്തിയിട്ടില്ല. എന്നാൽ ഇനി നമ്മൾ കാണാനിരിക്കുന്നത് മാർക്കോയും ബൊറോസും പോലുള്ള ഗംഭീര വലിയ ചിത്രങ്ങളാണ്. അതിനാണ് പ്രേക്ഷകർ ഏറ്റവും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും ആദ്യം ഇറങ്ങിയ സിനിമ തന്നെ പോസിറ്റീവ് അഭിപ്രായം നേടിയപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മാർക്കോയ്ക്ക് ഇതിലും വലിയ കാത്തിരിപ്പാണ് പ്രേക്ഷകർ നൽകുന്നത്. ഏതാണ്ട് 1 കോടിക്ക് മുകളിലുള്ള പ്രീസെയിൽ ബിസിനസ് ഇതുവരെ നടന്നു കഴിഞ്ഞു. ബറോസിന്റെയാണ് ഇനി അറിയാനുള്ളത്. ബറോസ് ടിക്കറ്റ് ചാർട്ടിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. എന്നാലും ബറോസിൽ ചെറിയ ആശ്വാസം കണ്ടെത്തിയ പ്രേക്ഷകരുടെ വാക്കുകളാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയതും. കാരണം ചിത്രത്തിന് ഫാൻ ഷോ ഇല്ല എന്നത് പല പ്രേക്ഷകരെയും സന്തോഷിപ്പിക്കുന്നു എന്ന കാര്യം കാരണമുണ്ട് അവർക്ക് പറയാൻ. ഇന്നലെ കണ്ടതിൽ ഏറ്റവും സന്തോഷം നൽകിയ വാർത്ത ബറോസിന് അതിരാവിലെ ഫാൻ ഷോ ഇല്ല എന്നതാണ്. ഈ ഒരു തീരുമാനം എടുത്ത അണിയറ പ്രവർത്തകർക്ക് നന്ദി പറയുന്നുവെന്നും അവർ പറയുകയാണ്. ഇനി അതിന്റെ കാരണം കൂടി പറയാം. ഫാൻസ് എന്ന് പറയുന്ന എല്ലാവരും ഇല്ല, കുറച്ചു പേർ മാത്രം. ഇവന്മാർ അതിരാവിലെ തന്നെ പടത്തിന് കയറും. എന്നിട്ട് അവന്മാർ പ്രതീക്ഷിച്ച അത്ര ഇല്ലെങ്കിൽ അപ്പോൾ തുടങ്ങും നെഗറ്റീവ് ഇടാൻ. ചിലരുടെ പ്രധാന ഡയലോഗ് ഉറക്കമുളച്ച് കണ്ട പടമാ, എന്നിട്ട് ഒരു കുന്തവും പടത്തിലില്ല. അതൊക്കെ ഒരു രസമായിട്ട് എടുക്കുന്നവരുമുണ്ട്. ഇഷ്ടം നടന്ന പടം പിറ്റേന്ന് റിലീസ് ആണെങ്കിൽ ഉറക്കം പോവുക, അതൊക്കെ സ്വാഭാവികം. പക്ഷേ അത് സിനിമ കാണാൻ വേണ്ടി ആയിരിക്കണം. അല്ലാതെ ഇല്ലാത്തത് ഓരോന്ന് മനക്കോട്ട കെട്ടി അതൊന്നും സിനിമയിൽ ഇല്ലാത്തത് കൊണ്ട് നെഗറ്റീവ് അടിക്കാൻ നിൽക്കരുത്. ഇത് എല്ലാവരുടെയും ഫാൻസിന് ബാധകമാണ്. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബറോസ് രാവിലെ 9:30 മുതലാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുക. അതിരാവിലെ എന്തായാലും ഷോ ഉണ്ടാകില്ല എന്നത് പല പ്രേക്ഷകർക്കും ഒരു ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. ഫാൻ ഷോ വെക്കാതിരിക്കുന്നതാണ് ഒരുപിടി ചിത്രങ്ങൾക്ക് നല്ലതായി മാറുന്നത്. അതുപോലെ തന്നെ ബറോസിനും ഫാൻ ഷോ വെക്കാത്തത് ഏറ്റവും നല്ല കാര്യമെന്ന് പ്രേക്ഷകർ തന്നെ പറയുകയാണ്. ഒരു വിഭാഗം ആരാധകരും അത് പോസിറ്റീവ് തന്നെ എടുത്തിട്ടുണ്ട്. എന്തായാലും അവർ വെയിറ്റിംഗ് ആണ് ലാലേട്ടൻ എന്ന സംവിധായകനെയും നടനെയും കാണാൻ വേണ്ടി.